അങ്ങനെ ബി ജെ പിയുടെ രണ്ടാം ഘട്ട പട്ടികയും വന്നിരിക്കുന്നു. ആദ്യ പട്ടികയിൽ സീറ്റില്ലാതിരുന്ന 2-3 പ്രമുഖർക്ക് സീറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇതിൽ പ്രധാനമായും പിന്നെ നിങ്ങളുടെ നാട്ടിൽ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ തന്നെയാണ് മത്സരിക്കുന്നത്. അതുപോലെ വി ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നതാണ്. അതായത് ആറന്മുള BDJS ആറന്മുളയോ അടൂരോ ആവശ്യപ്പെട്ടിരുന്നു. BDJS ആറന്മുളയിൽ അവരുടെ പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് പത്മകുമാർ മത്സരിക്കണം എന്നുള്ള രീതിയിലാണ് അത് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം. എന്തായാലും നിങ്ങളുടെ നാടാണല്ലോ, ആറന്മുളയിൽ കുമ്മനത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്? കുമ്മനത്തിൻ്റെ സാധ്യതകൾ വളരെ നല്ല സാധ്യതകളാണ്. കാരണം നിലവിൽ ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് 2 സ്ഥാനാർത്ഥികളാണ് വന്നത്. ഓൾറെഡി അവിടെ BJP A ക്ലാസ് മണ്ഡലമാണ്. അതെ, BJP A ക്ലാസ് മണ്ഡലത്തിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ അല്ലെങ്കിൽ MD രമേശ്. അങ്ങനെ 2 പേരായിരുന്നു വിമാനത്താവളവുമായി ബന്ധപ്പെട്ടൊക്കെ അന്ന് അദ്ദേഹം സജീവമായി അവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഒരു വിഭാഗത്തിന് ഇപ്പോൾ എതിർപ്പുണ്ട്. അന്നത്തെ ആ ഒരു സമയത്ത് അത് അന്നത്തെ CPM-ലെ പത്മകുമാറും പിന്നെ CPI-യിലായിരുന്ന മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി P പ്രസാദ്, CPI-യുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു P പ്രസാദ്, അദ്ദേഹവും ഈ കുമ്മനം രാജശേഖരനും തോളോട് തോൾ ചേർന്ന് നിർത്തിയ ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആ സ്ഥലമല്ല ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെള്ളം വരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. പക്ഷേ കുമ്മനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് BJP. കുമ്മനത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. കാരണം ആറന്മുളയാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന, കോട്ടയം ജില്ലക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ജീവിതം മുഴുവൻ ആറന്മുളയിൽ. അങ്ങനെയുണ്ട്, അത് അവിടെ കേന്ദ്രീകരിച്ചാണ്. ആറന്മുള പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അത് മാത്രമല്ല, കുമ്മനം രാജശേഖരന് ആറന്മുള മണ്ഡലവുമായിട്ട് ഒരു ഹൃദയബന്ധമുണ്ട്. അദ്ദേഹം ഈ ആറന്മുളയിൽ ഇപ്പോൾ മത്സരം കടുക്കും. ഈ 2 പേരും, ഇപ്പോൾ ഈണ ജോർജ് ആണെങ്കിലും അബിൻ വർക്കി ആണെങ്കിലും, ഇപ്പം കോൺഗ്രസിൻ്റെ അബിൻ വർക്കിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. അവിടെ ഇപ്പം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ചാൽ കുമ്മനം രാജശേഖരന് സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുമ്മനത്തെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരാളിനെ തന്നെ അവിടെ നോക്കി. മാത്രമല്ല, ഇപ്പം വിശാഖം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ആ നാളുവരെ അത്ര ഹൃദയബന്ധമുള്ള ഒരാളാണ്, അപരിതനല്ല, കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല. അല്ല, 38% ഹൈന്ദവ വോട്ടുകളുള്ള മണ്ഡലമാണ്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ 24% വരുന്നുള്ളൂ. ഇതിനിടയ്ക്ക് മുസ്ലിം വോട്ടുകളുണ്ട്. ഇപ്പം ക്രൈസ്തവ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനം BJP-ക്ക് പോകാനുള്ള സാധ്യത. ഇപ്പോൾ ക്രൈസ്തവർ വലിയൊരു വിഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ BJP അനുകൂലിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് കുമ്മനം രാജശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആറന്മുളയിൽ ഉണ്ടാകും. ആറന്മുളയുടെ ആ മത്സര ചിത്രം മാറി. അവിടെയാണ് ഇപ്പം ഒരു വിഷയം വന്നിരിക്കുന്നത്. 2 ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ ഇടതു വലത് മുന്നണികൾക്ക് വരുന്നു, 3ാമത് കുമ്മനം വരുന്നു. അല്പം കട്ടിപ്പണി ചെയ്താൽ, അല്പം വിയർപ്പൊഴുകിയാൽ കുമ്മനത്തിന് ഒന്നുകിൽ വിജയിക്കാം, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മിക്ക പഞ്ചായത്തുകളിലും, ആറന്മുള നിയോജക മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലും BJP-ക്ക് നല്ല വോട്ടിംഗ് ശതമാനമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പം ഓമല്ലൂർ പോലെയുള്ള പഞ്ചായത്തുകൾ BJP-യാണ് ഭരിക്കുന്നത്. കുളനട പഞ്ചായത്തിൽ BJP-ക്ക് ഒരുപാട് സാധ്യതയുണ്ട്. ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള സകല സാധ്യതകളും തെളിഞ്ഞു നിൽക്കുകയാണ്. BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കണ്ടത്, വടക്കൻ പറവൂരിൽ സതീശൻ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വത്സല പ്രസന്നകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവർ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു, കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ടൈം മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു വത്സല പ്രസന്നകുമാർ. അവരിപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നു. വത്സല പ്രസന്നകുമാറിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത നൽകാൻ കഴിയുകയില്ല. അത് മാത്രമല്ല, ഈഴവ മെജോറിറ്റി അല്ലേ, ഈഴവർക്ക് അത്യാവശ്യം നല്ല വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു സ്ഥലമാണ് വടക്കം പറവൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ്റെ ഒരു വെല്ലുവിളിയാവും. പിന്നെ മറ്റേ ടൈസൺ മാസ്റ്റർ അല്ലേ ഓപ്പോസിറ്റ് വരുന്നത്. പിന്നെ VD സതീശനെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം മണ്ഡലം നോക്കുന്ന കാര്യത്തിൽ പിന്നോട്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ താമസിക്കുന്നവരാണ് അവരാരും VD സതീശൻ്റെ എതിർ പാർട്ടിക്കാരല്ല. ആ VD സതീശനോട് താല്പര്യമുള്ള ആൾക്കാർ തന്നെ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കൊള്ളാം, പക്ഷേ മണ്ഡലത്തിൽ അത്ര കാര്യമായിട്ടൊന്നും പുള്ളി ചെയ്യുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അതുപോലെ നമുക്കിപ്പം വന്നിരിക്കുന്ന കാസർഗോഡ് പോലെ അശ്വിനി ML എന്ന് പറഞ്ഞ ആളാണ് കാസർഗോഡ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എറണാകുളത്ത് PR ശിവശങ്കർ വന്നു. അതുപോലെ ഗുരുവായൂരിൽ
ഗോപാലകൃഷ്ണൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം നേരത്തെ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന വിഷയം, കുമ്മനം, ഈ ബി ഗോപാലകൃഷ്ണൻ, അതുപോലെ എം ടി രമേശ് തുടങ്ങിയ PS ശ്രീധരൻപിള്ള എന്നിവർക്ക് സീറ്റില്ലെന്നുള്ളതാണ്. ഇപ്പോഴും കണ്ണൂരും തിരുവനന്തപുരം ഒഴിച്ചിട്ടിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ ശ്രീധരൻപിള്ള മത്സരിക്കുമോ? അതിന് സാധ്യത കാണുന്നില്ല. മറ്റേതെങ്കിലും ഒരു പൊതു സ്വതന്ത്രം കൊണ്ടുവരാനാണോ അവർ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരം സെൻട്രൽ ബേസിക്കലി ആരുടെ ആഭിമുഖ്യമുള്ള മണ്ഡലമാണ്? ശരിക്കും പറയുകയാണെങ്കിൽ BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവർക്ക് ലഭിക്കാവുന്ന മണ്ഡലമാണ്. കാരണം ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ആന്റണി രാജു മത്സരിച്ച മണ്ഡലമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുമ്പോഴും ആ ഒരു ഏരിയയിൽ ഒരുപാട് സീറ്റുകൾ നേടിയിട്ടുള്ളത് BJP ആണ്. കോൺഗ്രസ് CPI കൊടുത്തിരിക്കും. അതെ, UDF ഇത് പഴയ വെസ്റ്റ് മണ്ഡലമാണ്. വെസ്റ്റ് ആയിരുന്ന മണ്ഡലം. അപ്പോൾ സ്വാഭാവികമായിട്ടും PS ശ്രീധരൻപിള്ള പോലെ ഒരാൾ വന്നാലും സാധ്യതയുണ്ട്. കൃഷ്ണകുമാർ വെളിയിൽ നിൽക്കുകയാണ്, സിനിമാ നടൻ. അതെ, G കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് സീറ്റ് നിലവിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അവസാനം ഈ സെൻട്രൽ ചിലപ്പോൾ BDJSനോ 2020 കൊടുക്കുമോ, ഏതെങ്കിലും സെലിബ്രിറ്റികളെ അവിടെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അതാണ് നമുക്ക് തോന്നുന്നത്. BJP തന്നെ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റി കൊണ്ടുവരാനുള്ള സാധ്യത. ഈ കണ്ണൂർ ഒഴിച്ചിട്ടിരിക്കുന്നത് സുധാകരന് വേണ്ടിയായിരിക്കും. സുധാകരൻ വരാൻ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് BJP പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? എതിരാളികൾ ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നിങ്ങൾ പണ്ട് BJP പോകുമെന്ന് പറഞ്ഞ ആളാണല്ലോ എന്നാണ് അവരും പറഞ്ഞിരുന്നത്. അതുപോലെ ഈ ഉല്ലാസ് ബാബു ചാനൽ ചർച്ചകളിൽ വരുന്ന ആളല്ലേ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, BJPയുടെ. പ്രകാശ് ബാബുവാണ് ചാനൽ ചർച്ച. ഉല്ലാസ് ബാബുവിന് അത്ര പിടിയില്ല. പ്രകാശ് ബാബു B രാധാകൃഷ്ണ മേനോനുണ്ട് കേട്ടോ സീറ്റ് ചങ്ങനാശ്ശേരിയിൽ. ഇപ്പൊ നേരത്തെ നമ്മൾ സീറ്റില്ല. അതുപോലെ ഏറ്റവും ശ്രദ്ധേയമാണ് B രാധാകൃഷ്ണ മേനോൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് NSS നേതൃത്വവുമായി ഏറ്റവും അടുപ്പമാണ്. BJPയുമായി പൊതുവെ NSS നേതൃത്വം അത്ര നല്ല ഒരു ബന്ധത്തിലല്ലെങ്കിൽ പോലും B രാധാകൃഷ്ണ മേനോൻ ഏറ്റവും വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹത്തിന് അവിടെ നല്ലൊരു സ്വാധീനമുള്ള ഒരു വ്യക്തി. മറ്റൊരു സ്ഥാനാർത്ഥി അമ്പലപ്പുഴയിലെ സുധാകരനോട് പിണങ്ങി പാർട്ടി വിട്ട ജോബാണ്. കോൺഗ്രസ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന MJ ജോബ് ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പാർട്ടി ചിഹ്നത്തിൽ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KP ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ അവിടെ നല്ല സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അത് കോൺഗ്രസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുണ്ടറയിൽ നമ്മുടെ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പം ന്യൂജൻ ആളാണ് റോബിൻ രാധാകൃഷ്ണൻ. കുണ്ടറ അവിടെ VC വിശ്വനാഥൊക്കെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരും. ഈ സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇത്തരക്കാരെ കൊണ്ടുവരുമ്പോൾ ഇന്നലെ സംഭവിച്ചുള്ളത് അബദ്ധം പണയായിരിക്കാൻ നോക്കണം. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ അവർ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവസാനം അവരെ പേര് വോട്ടർ ലിസ്റ്റിൽ അവരെ പേരില്ല എന്ന് പറയുന്നത് അത് നമ്മൾ ചർച്ചയുണ്ടായി. ഇവർക്ക് എന്ത് പൗരബോധമുള്ളത്? ഇലക്ഷനാ ശരി, എന്നാ നിങ്ങൾ മത്സരിക്കുന്നു, പിന്നെ ഞാൻ മത്സരിച്ചേക്കാം. ആദ്യം സ്വന്തമായിട്ട് വോട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ആരും അന്വേഷിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യണ്ടേ അവർ. വേറെ ഒരു സ്ഥാനാർത്ഥി കൊല്ലത്ത് ഡോക്ടർ N പ്രതാപ് കുമാറാണ്. പ്രതാപ് കുമാർ മെഡിട്രീന ഹോസ്പിറ്റലിന്റെ MD ആണ്. കാർഡിയോളജിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അത്തരം ബന്ധങ്ങളൊക്കെ നന്നായിട്ട് കാണുമായിരിക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പാർട്ടി ചേർന്നത് BJP. കഴിഞ്ഞ ദിവസമാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖർ. ധർമ്മടത്ത് മുഖ്യമന്ത്രി മത്സരിക്കുന്നിടത്ത് K രഞ്ജിത്താണ് ധർമ്മടത്ത് BJPയുടെ സ്ഥാനാർത്ഥി. അതുപോലെ തളിപ്പറമ്പിൽ N ഹരിദാസ് ആണ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പ് ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. പി കെ ശ്യാമളയും പിന്നെ ഇദ്ദേഹവും ഗോവിന്ദനും ഏറ്റുമുട്ടുന്നത്. ഇപ്പം മാത്രമല്ല, അതുപോലെ CC മൂന്നൻ നാട്ടികയിലെ സ്ഥാനാർത്ഥിയാണ്. CC മൂന്നനെ നമ്മൾക്ക് അപ്പോഴേ അറിയായിരുന്നു അദ്ദേഹം അവിടെ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് നമുക്കറിയാം. നാഗേഷ് പുതുക്കാട് മത്സരിക്കുന്നുണ്ട്. BJPയുടെ പഴയ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അല്ലേ? അതെ, നാഗേഷ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. PR ശിവശങ്കർ ഉണ്ട്. എന്താണെങ്കിലും ഇനിയും അവർ ഒഴിച്ചിട്ടിരിക്കുന്ന 2 സീറ്റുകളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കണം. അതുപോലെ അടൂർ വന്നിട്ടില്ല. അടൂർ ശ്രദ്ധിക്കപ്പെടേണ്ട സീറ്റാണ്. ചിറയൻകീഴ് വന്നോ? ഇല്ല, ചിറയൻകീഴ് വന്നിട്ടില്ല. അടൂർ വന്നില്ല. ആശാനാഥിന്റെ പേര് രണ്ടിടത്തും പറഞ്ഞു കേൾക്കുന്നു. അടൂര് പല മാധ്യമങ്ങളും പറയുന്ന ആശാനാഥ് മത്സരിക്കുമെന്നാണ്. ആശാനാഥ് മത്സരിച്ചാൽ അടൂർ സാധ്യതയുണ്ട്. കാരണം അടൂര് പൂർണ്ണമായിട്ടും ഒരു BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ ഒന്നാം സ്ഥാനത്ത് വന്നതാണ്. അടൂർ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് K സുരേന്ദ്രൻ വന്നതാണ്. അപ്പോൾ അത് ഒരു സംവരണ മണ്ഡലമാണ്. അവിടെ ആശാനാഥ് മത്സരിച്ചാൽ തീർച്ചയായും അവർക്ക് നേട്ടം ഉണ്ടാവും. BJPക്ക് നല്ല ഉണർവുണ്ടാകും. കാരണം അവിടെ 2 പുതുമുഖങ്ങളാണ് എതിര് വരുന്നത്. ഒന്ന് പിന്നെ പ്രജി ശശിധരൻ എന്നുള്ള പേരും ഒക്കെ ആയിട്ട് വിവാദത്തിൽ. പ്രജി കണ്ണൻ CPIക്ക് വേണ്ടി LDF സ്ഥാനാർത്ഥിയാകുന്നു. കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് CV ശാന്തകുമാറാണ്.
അദ്ദേഹവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. BJP-യുടെ ഒരു ലിസ്റ്റ് പുറത്തു വരാനുണ്ടെന്ന് തോന്നുന്നു. 2 ലിസ്റ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള ലിസ്റ്റ് നമുക്ക് പ്രധാനമായി ഞാൻ ഇന്നതിൽ കടന്നപ്പോൾ മനസ്സിലായത് ഇടുക്കി ജില്ല എന്നുള്ള പല തൊടുപുഴ പി ജോസഫിന്റെ കുത്തകമണ്ഡലം ഇടുക്കിയിൽ 2020-ക്കും BDJS-നും കൂടെ ആയിരിക്കും ഇവർ കൂടുതലും കൊടുക്കുക. ഇടുക്കിയിൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ പൊതുവെ കുറവാണ്. രാജേന്ദ്രൻ മാത്രമേ ഉള്ളൂ. എസ് രാജേന്ദ്രൻ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, ദേവികുളത്ത് ചില സ്ഥാനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ തൊടുപുഴയിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം അവിടെ പി ജോസഫിന്റെ മകനാണ് തവണ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ ആരായിരിക്കും അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി? ആരെ 2020 ആണോ BDJS ആണോ എന്നുള്ള കാര്യം. ഇടുക്കിയിൽ ഏറ്റവും BJP-ക്ക് ശക്തിയുള്ള മണ്ഡലമാണ് തൊടുപുഴ. ഏറ്റവും ശക്തിയുള്ള മണ്ഡലമാണ്. BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൊടുപുഴ. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP തന്നെ അവിടെ മത്സരിക്കുമെന്നാണ് കരുതുന്നത്. ഇനി 2020-ക്ക് കൊടുക്കുമോ അതോ BDJS-ന് കൊടുക്കുമോ? ഇടുക്കി നോർത്ത് എന്ന് പറഞ്ഞ ആ ജില്ലയിൽ പെടുന്നതാണ് തൊടുപുഴ. പക്ഷെ അവിടെ ഇടയ്ക്ക് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് മാറ്റിയത് ഒരു വിവാദമായിരുന്നു. ഇവിടെ പലരും നമ്മളെ ഓഫീസിലേക്ക് പലരും ഫോൺ ചെയ്ത് ആ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടുത്തെ പ്രസിഡന്റായിരുന്ന സാനു എന്ന് പറഞ്ഞ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തെ ഈയിടെ നിയോഗിച്ചത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു തരത്തിൽ മറ്റേ പ്രശ്നമാകുമോ എന്നുള്ള സംശയമുണ്ട്. എന്താണെങ്കിലും പി ജോസഫിൻ്റെ ആ ഒരു പിന്തുടർച്ച അവകാശയായി മകൻ എത്തുമ്പോൾ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി BJP സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ് നമ്മൾ. അതുപോലെ ഇടുക്കി ഹൈറേഞ്ച് എന്ന് പറയുന്നത് ശ്രീനാരായണീയർക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ BDJS-നായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ സീറ്റുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സംഗീത വിശ്വനാഥൻ ഉടുമ്പൻചോല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയും വരാനുള്ളത് ഈ തൊടുപുഴ മാത്രമേ ഉള്ളൂ. അതെ അല്ലേ? തൊടുപുഴ ഒരുപക്ഷെ BJP തന്നെ എടുക്കുമായിരിക്കും. പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ തൊടുപുഴ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എനിക്ക് ഘടകകക്ഷികളുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ പുറത്താണ് ഇനിയിപ്പം ബാക്കിയുള്ള സീറ്റ് വരാനുള്ളത്. എന്തായാലും BJP-യും രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. 2020 ഉണ്ട്. ഇതാണ് BJP-യുടെ കൂടെ കുറേ സെലിബ്രിറ്റികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 മണ്ഡലങ്ങളിലേക്ക് നമുക്ക് ഇനിയും ചർച്ചകൾ നീങ്ങുന്നത്. അതുകൂടെ വന്നു കഴിയുന്നതോടെ ഏകദേശം മത്സരചിത്രം പൂർണ്ണമാകും. നാളത്തേതോടെ എന്തായാലും മത്സരചിത്രം തെളിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.